ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ ബ്ലൂ പ്രിന്റ് ചൂണ്ടി അമേരിക്കൻ ചാരസംഘടന CIA 9 കേന്ദ്രങ്ങളുടെ രഹസ്യ വിവരങ്ങൾ കിട്ടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നതാൻസും ഇസ്ഫഹാനുമല്ല, പർവ്വതങ്ങൾക്കിടയിലും മലയിടുക്കുകളിലും ഇറാൻ രഹസ്യമാക്കി പതുക്കിയ ആണവ കേന്ദ്രങ്ങളുടെ സകല വിവരവും തൂക്കി. ഇവിടങ്ങളിലാണ് ആണവ പരീക്ഷണം നടക്കുന്നതെന്നാണ് സൂചനകൾ. അമേരിക്കൻ ബോംബറുകൾ ചീറിപ്പാഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ യഹലോം യൂണിറ്റും ടെഹ്റാനിൽ ഇറങ്ങിയെന്ന സൂചനകൾ പുറത്ത്. അമേരിക്കൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഇറാന്റെ ആഴത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിയാൻ സാധിക്കൂ. യഹലോം യൂണിറ്റ് ടണലുകൾ തകർക്കുന്നതിൽ വിദഗ്ധരാണ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കി ആണവ കരാറിൽ ഒപ്പുവെപ്പിക്കുകയാണ് ട്രംപിന്റെ നീക്കം. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ യുദ്ധമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യ പൊട്ടിത്തെറിക്കുകയാണ്. ഇറാനെതിരെ വൻ സൈനിക നടപടിയുടെ വക്കിലാണ് US-ഉം ഇസ്രയേലും ഉള്ളതെന്നും അതുടൻ ആരംഭിച്ചേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തേക്കാൾ വലിയ സൈനിക നടപടിക്കാണ് US-ഉം ഇസ്രയേലും പദ്ധതിയിടുന്നതെന്നും സംഭവിക്കുകയാണെങ്കിൽ അത് ആഴ്ചകളോളം നീണ്ടുനിന്നേക്കുമെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആക്സിയോസ് കൂട്ടിച്ചേർക്കുന്നു. ചെറു നടപടികൾക്കപ്പുറം പൂർണ്ണ തോതിലുള്ള സൈനിക നടപടിക്ക് സമാനമായ ഒരുക്കങ്ങൾക്ക് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണ് എന്നാണ് വിവരങ്ങൾ. ഇസ്രയേലുമായി ചേർന്നായിരിക്കും US നീക്കമെന്നും സൂചന. സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണമാണ് ഇറാൻ കാംക്ഷിക്കുന്നതെന്നും നയതന്ത്ര പരിഹാരങ്ങൾക്ക് സന്നദ്ധമാണെന്നും ഇറാൻ പറഞ്ഞു. ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ചിന്തിക്കാൻ പോലുമാകാത്ത തിരിച്ചടി അവർ നേരിടേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭീഷണി മുഴക്കി. സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേൽ സൈനികർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇറാന്റെ ആണവായുധ അഭിലാഷങ്ങൾ തടയാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സേനാ വിന്യാസമാണ് US പശ്ചിമേഷ്യയിൽ നടത്തിയിട്ടുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം, അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഗാസയിലെ ഇസ്രയേൽ ടണലുകൾ ചിതറിച്ച പുലികളാണ് ഇസ്രയേലിന്റെ യഹലോം യൂണിറ്റ്. തുരങ്കങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇസ്രയേൽ സൈന്യത്തിന് പ്രത്യേക യൂണിറ്റുകളും യുദ്ധോപകരണങ്ങളും ഉണ്ട്. IDF കോംബാറ്റ് എഞ്ചിനീയറിംഗ് കോർപ്സിന് യഹലോം യൂണിറ്റ് പോലെയുള്ള പ്രത്യേക യൂണിറ്റുകളുണ്ട്. ടണലുകളിലെ യുദ്ധം നിയന്ത്രിക്കാനായി ഇസ്രയേൽ രൂപീകരിച്ചതാണ് യഹലോം എന്ന സവിശേഷ കമാൻഡോ യൂണിറ്റ്. അതിലെ സൈനികർ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിലും നശിപ്പിക്കുന്നതിലും വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരാണ്. മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോൺ സ്പെൻസർ പറയുന്നത് പ്രകാരം ഭൂഗർഭ യുദ്ധങ്ങൾക്കായും ഇസ്രയേലിന് ആയുധങ്ങളുണ്ട്. നതാൻസ് ആണവ കേന്ദ്രത്തിൽ ഇസ്രയേൽ പയറ്റിയത് സൈബർ ആക്രമണമായിരുന്നു. പർവ്വതങ്ങൾക്കടിയിൽ ഒളിപ്പിച്ച ആണവ കേന്ദ്രങ്ങൾ തകർക്കുക അത്ര എളുപ്പമല്ല. അതിനാണ് യഹലോം യൂണിറ്റിനെ പരീക്ഷിക്കുന്നത്. ഇവർ രഹസ്യമായി ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. അമേരിക്ക ആക്രമണത്തിൽ നിന്ന് പിന്മാറിയാലും ഇസ്രയേൽ സ്വന്തം നിലയ്ക്ക് ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആണവ പരീക്ഷണങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും വലിയ ഭയപ്പാടോടെയാണ് ഇസ്രയേൽ കാണുന്നത്. മിസൈൽ പരീക്ഷണങ്ങൾ ഇറാനിൽ തകൃതിയായി നടക്കുന്നുണ്ട്. ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചാണ് ഇറാൻ മിസൈൽ പരീക്ഷണങ്ങളും മിസൈൽ കേന്ദ്രങ്ങൾ നിറയ്ക്കുന്നതിനുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകൾക്കിടെയായിരുന്നു മിസൈലുകൾ തൊടുത്തുവിട്ട് ഇറാന്റെ സൈനിക അഭ്യാസം കഴിഞ്ഞ ആഴ്ച നടന്നത്. ഹോർമുസ് കടലിടുക്കിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ട് സൈനിക വിന്യാസം നടത്തിയ ഇറാൻ ഒരു ശക്തിക്കും കീഴടങ്ങില്ല എന്ന സന്ദേശമാണ് നൽകിയത്. ഒമാനിൽ ചർച്ച തുടങ്ങി മണിക്കൂറുകൾക്കകമാണ് ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡുകൾ സൈനിക അഭ്യാസം നടത്തിയത്. ഇറാനിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ കൃത്യമായി പതിച്ചുവെന്ന് ഇറാനിലെ ഔദ്യോഗിക മാധ്യമത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമായി ഇതുവഴിയുള്ള ജലപാതയുടെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തിരുന്നു. അതായത് മിസൈൽ പരീക്ഷണം അമേരിക്കയും ഇറാനും തമ്മിൽ ഒമാനിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഒരു മിസൈൽ പരീക്ഷണം ഇറാൻ നടത്തിയത് ഞങ്ങൾ പിന്നോട്ടേക്കില്ല, മുട്ടുമടക്കില്ല എന്നുള്ള സന്ദേശമാണ്. കൈവിരൽ കാഞ്ചിയിലുണ്ട്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അമേരിക്കയ്ക്ക് ഇറാൻ സേനാ മേധാവിയുടെ ഈ താക്കീത്. രണ്ടാമത്തെ പടക്കപ്പലും ഇറാൻ തീരത്തേക്ക് അയച്ചാണ് അമേരിക്ക ഇതിനോട് പ്രതികരിച്ചത്. സൈനിക ശേഷിയിൽ അമേരിക്കൻ പടയുടെ സമീപത്തൊന്നും ഇറാൻ എത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാൻ നിസ്സാരക്കാരും അല്ല. ഇസ്രയേലിൽ തീമഴ പെയ്യിച്ച് ഇറാൻ തങ്ങളുടെ ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിച്ചതാണ്. ഇറാന്റെ ആവനാഴിയിൽ എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന പടക്കോപ്പുകൾ നിരവധിയുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻ ശേഖരം തന്നെയാണ് ഇറാന്റെ കരുത്ത്. 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന
ഖുറം ഷഹർ, സജ്ജിൽ എന്നീ 2 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇവരുടെ കുന്തമുനകളാണ്. ഏറ്റവും പ്രഹരശേഷി കൂടിയ അൾട്രാ ഹെവി ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഖുറം ഷഹർ എന്ന മിസൈലിന് 1500 മുതൽ 1800 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനാകും. ആകാശത്ത് വെച്ച് തന്നെ നിരവധി ഭാഗങ്ങളായി ചിതറാനുള്ള ശേഷി ഇതിന്റെ പ്രത്യേകതയാണ്. 16 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പൊടുന്നനെ വ്യാപിക്കും. ഇടയിൽ ഓരോന്നിലും കിലോ കണക്കിന് ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ അടങ്ങിയിരിക്കും. പലതായി ചിതറുന്നതിനാൽ ശത്രുവിന്റെ മേൽ തീമഴ പെയ്യിക്കാൻ ഈ ആയുധങ്ങൾക്ക് സാധിക്കും. ഇറാന്റെ കൈവശമുള്ള ഏറ്റവും വലിയ മിസൈലുകളിൽ ഒന്നാണ് സെജ്ജിൽ മിസൈൽ. 2 ഘട്ടങ്ങളുള്ള ദീർഘദൂര മിസൈലാണിത്. ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി സെജ്ജിൽ മിസൈൽ ഉപയോഗിച്ചതായി ഇറാൻ മുൻപ് സ്ഥിരീകരിച്ചിരുന്നു. ഇതാദ്യമായിട്ടായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സെജ്ജിൽ മിസൈലുകൾ ഉപയോഗിച്ചത്. 2000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകളാണ് ഇത്. ഇസ്രയേലിനെതിരായ പ്രതിരോധ ദൗത്യമായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3യുടെ ഭാഗമായാണ് ഇറാൻ സെജ്ജിൽ പ്രയോഗിച്ചത്. ഇസ്രയേലിന്റെ മൊസാദ് ഓഫീസുകളും വ്യോമസേനാ കേന്ദ്രങ്ങളും രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടതായിട്ടായിരുന്നു IRGC അവകാശപ്പെട്ടത്. ഇറാൻ വികസിപ്പിച്ച 2 ഘട്ടങ്ങളുള്ള സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈലാണ് സെജ്ജിൽ. ഖര ഇന്ധനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 2000 കിലോമീറ്റർ വരെയാണ് മിസൈലിന്റെ ദൂരപരിധി. ഇറാനിൽ നിന്ന് ഇസ്രയേലിലെ ഏത് പ്രദേശവും ലക്ഷ്യമിടാൻ ഈ മിസൈലിന് സാധിക്കും. ദക്ഷിണ യൂറോപ്പും സെജ്ജിലിന്റെ പരിധിയിൽ വരും. എന്നാൽ സെജ്ജിൽ മിസൈലിന്റെ മറ്റ് ചില പതിപ്പുകൾക്ക് 4000 കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിക്കാനാവുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന മറ്റ് മിസൈലുകളേക്കാൾ വേഗത്തിൽ സെജ്ജിൽ വിക്ഷേപണത്തിന് ഒരുക്കാനാകും. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലിനെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള സമയം കുറയും. എളുപ്പം കൈകാര്യം ചെയ്യാവുന്ന ഈ മിസൈലുകൾ ശത്രുക്കളുടെ നിരീക്ഷണ കണ്ണിൽപ്പെടാതെ ലക്ഷ്യം ഭേദിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. ഇക്കാര്യം കൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ശക്തമായ അയൺ ഡോം, ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ഇസ്രയേലിൽ നാശം വിതയ്ക്കാൻ ഇറാന് സാധിക്കും. അത്യാധുനിക മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ഇറാന്റെ സാങ്കേതിക ശേഷി വെളിവാക്കുന്നത് കൂടിയാണ് സെജ്ജിൽ മിസൈൽ. മറ്റൊരു വേട്ടക്കാരനുള്ളത് ഫത്ത മിസൈലാണ്. ഇസ്രയേലിനെതിരെ 500-ലേറെ മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ പുറത്തു വന്നിരുന്നു. അതിൽ വലിയൊരു ഭാഗം ഫത്ത എന്ന ഹൈപ്പർസോണിക് മിസൈലുകളായിരുന്നു. 2024-ലെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 ദൗത്യത്തിലും ഇറാൻ ഫത്ത 1 മിസൈലുകൾ ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 6100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഇത്. ഇറാൻ വികസിപ്പിച്ച ആദ്യ ഹൈപ്പർസോണിക് മിസൈലാണ് ഫത്ത 1. 2023-ലാണ് ഇത് അവതരിപ്പിച്ചത്. അയൺ ഡോം, ആരോ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിനും കഴിവുണ്ട്. 12 മീറ്റർ നീളമുള്ള ഈ മിസൈലിന്റെ ദൂരപരിധി 1400 കിലോമീറ്റർ ആണ്.